സ്പോർട്സ് ഡെസ്കിലേക്ക് സ്വാഗതം. പരിക്കിൽ നിന്ന് മുക്തി നേടി നെയ്മർ തിരിച്ചെത്തുന്നു. സ്കോട്ട്ലാൻഡിനെതിരെയുള്ള അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കളിക്കും. വലതുകാലിലെ പേശിക്കേറ്റ പരിക്കിൽ നിന്ന് മുക്തി നേടി ബ്രസീൽ സൂപ്പർ താരം നെയ്മർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നു. ലോകകപ്പിലെ ബ്രസീലിന്റെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ താരം കളിക്കുമെന്നാണ് കോച്ച് കാർലോ അൻസെലോട്ടി വ്യക്തമാക്കിയത്. പരിക്കിനെ തുടർന്ന് ടൂർണമെന്റിലെ ആദ്യ 2 മത്സരങ്ങളും നെയ്മറിന് നഷ്ടമായിരുന്നു. ഹെയ്ത്തിക്കെതിരെ ബ്രസീൽ 3-0 വിജയിച്ച മത്സരത്തിലും നെയ്മർ കളിച്ചിരുന്നില്ല. ശനിയാഴ്ച താരം വ്യക്തിഗത പരിശീലനം നടത്തുമെന്നും തിങ്കളാഴ്ച ടീമിനൊപ്പം ചേരുമെന്നും അൻസെലോട്ടി പറഞ്ഞു. ഫ്ലോറിഡയിലെ മിയാമി ഗാർഡൻസിൽ ബുധനാഴ്ച സ്കോട്ട്ലൻഡിനെതിരെ നടക്കുന്ന ഗ്രൂപ്പ് സിയിലെ അവസാന മത്സരത്തിൽ നെയ്മർ ലഭ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ 129 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 79 ഗോളുമായി ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനെന്ന് 34-കാരനായ നെയ്മർ. പരിക്കുമായി ടീം ക്യാമ്പിലെത്തിയ താരം ഇതുവരെ ടീമിനൊപ്പം പൂർണ്ണമായ പരിശീലന സെഷനുകളിൽ പങ്കെടുത്തിട്ടില്ല. ബ്രസീലിയൻ ക്ലബ് സാന്റോസിനായി കളിക്കുന്നതിനിടെ മെയ് 17-നാണ് താരത്തിന് പരിക്കേറ്റത്. 2023 ഒക്ടോബറിൽ ഇടതു കാൽമുട്ടിനേറ്റ പരിക്ക് ശേഷം കളിക്കളത്തിൽ തിരിച്ചെത്തിയ താരം ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയായിരുന്നു. ഈ വർഷം സാന്റോസിനായി കളിച്ച 8 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് നെയ്മറിന്റെ സമ്പാദ്യം. മഞ്ഞപ്പടിയുടെ കംബാക്ക്. ഹൈത്തിയെ 3 ഗോളിൽ തളച്ച് ബ്രസീൽ. ആദ്യ മത്സരത്തിലെ സമനിലയ്ക്ക് ശേഷം ലോകകപ്പിൽ വിജയവഴിയിൽ തിരിച്ചെത്തി ബ്രസീൽ. ഗ്രൂപ്പ് ഘട്ടത്തിലെ 2ാം മത്സരത്തിൽ ഹൈത്തിയെ മറുപടിയില്ലാത്ത ഗോളുകൾക്ക് തകർത്താണ് ബ്രസീൽ ഈ ലോകകപ്പിൽ തങ്ങളുടെ ആദ്യ 3 പോയിന്റുകൾ സ്വന്തമാക്കിയത്. മൊറോക്കോക്കെതിരായ ആദ്യ പോരാട്ടത്തിൽ 1-1 സമനില വഴങ്ങേണ്ടി വന്ന ബ്രസീൽ ഈ മത്സരത്തിൽ ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒരേപോലെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. അതേസമയം തുടർച്ചയായ 2ാം തോൽവിയോടെ ഈ ലോകകപ്പിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താകുന്ന ആദ്യ ടീമായി ഹെയ്ത്തി മാറി. ആദ്യ മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനോടും അവർ പരാജയപ്പെട്ടിരുന്നു. മൊറോക്കോക്കെതിരായ ആദ്യ മത്സരത്തിൽ കണ്ടതിനേക്കാൾ കൂടുതൽ സർഗാത്മകതയും ഒത്തൊരുമയും ബ്രസീലിയൻ ആക്രമണ നിരയിൽ ഇത്തവണ ദൃശ്യമായിരുന്നു. മത്സരത്തിന്റെ തുടക്കം മുതൽ ഹെയ്ത്തിൻ പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാക്കാൻ ബ്രസീലിനായി മധ്യനിരയിൽ കളി നിയന്ത്രിച്ചും വിങ്ങുകളുടെ പന്ത് തെച്ചും അവർ നിരന്തരം ഗോളവസരങ്ങൾ സൃഷ്ടിച്ചു. ആദ്യ മത്സരത്തിൽ പ്രതിരോധത്തിൽ വരുത്തിയ പിഴവുകൾ പൂർണ്ണമായും തിരുത്തിയാണ് കാനറികൾ ഇന്നിറങ്ങിയത്. ഹെയ്ത്തിയുടെ പ്രത്യാക്രമണങ്ങളെ വളരെ ശാന്തതയോടെ ബ്രസീലിയൻ പ്രതിരോധ നിര കൈകാര്യം ചെയ്തു. അർഹിച്ച 3 പോയിന്റുകൾ തന്നെയാണ് ബ്രസീൽ ഈ മത്സരത്തോടെ സ്വന്തമാക്കിയത്. 2 മത്സരങ്ങളിലും പരാജയപ്പെട്ടെങ്കിലും ടൂർണമെന്റിലെ ഏറ്റവും കരുത്തരായ ടീമുകൾക്കെതിരെ അതിസാഹസികമായ പോരാട്ടവീര്യമാണ് അവർ പുറത്തെടുത്തത്. ഫിഫ ലോകകപ്പ്. സ്വീഡനും നെതർലാൻഡിനും ഇന്ന് നേർക്കുനേർ. 2026 ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് എഫിലെ ഏറ്റവും ആവേശകരമായ മത്സരത്തിൽ നെതർലാൻഡ് ഇന്ന് സ്വീഡനെ നേരിടും. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10:30 ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് ഈ വൻ പോരാട്ടം അരങ്ങേറുന്നത്. ആദ്യ മത്സരത്തിൽ ടുണീഷ്യയെ 5-1 തകർത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് സ്വീഡൻ ഇറങ്ങുന്നത്. അലക്സാണ്ടർ ഇസാക്, വിക്ടർ ഹോഗറസ് സഖ്യത്തിന്റെ മികച്ച പ്രകടനമാണ് സ്വീഡൻ വൻ വിജയം സമ്മാനിച്ചത്. യാസിൻ അയാരിയും മികച്ച ഫോമിലാണ്. മറുഭാഗത്ത് നെതർലാൻഡ് തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ജപ്പാനോട് 2-2 സമനില വഴങ്ങിയിരുന്നു. 2ാം പകുതിയിൽ ക്യാപ്റ്റൻ വിർജിൻ വാൻ ഡൈക്കും ക്രിസെൻസിയും സമ്മർവില്ലയും ഡച്ചുകാർക്കായി ഗോളുകൾ നേടിയെങ്കിലും വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചാൽ സ്വീഡന് അടുത്ത റൗണ്ട് യോഗ്യത ഉറപ്പാക്കാം. നെതർലാൻഡ്സിന് ടൂർണമെന്റിൽ മുന്നേറാൻ ഇന്നത്തെ മത്സരത്തിലെ വിജയം അത്യന്താപേക്ഷിതമാണ്. ഖത്തറിനെ മുക്കി ജൊനാത്തൻ. ലോകകപ്പിലെ ആദ്യ ജയം ഗോളടിച്ചു കൂട്ടി ആഘോഷിച്ച കാനഡ ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളിന് തകർത്ത് നോക്കൌട്ടിനിരിക്കുകയാണ് ആതിഥേയർ. ആദ്യ കളിയിൽ സമനിലയിൽ പിരിഞ്ഞതിന്റെ നിരാശ മായ്ക്കുന്ന പ്രകടനമാണ് വാൻകൂവറിലെ BC പ്ലസ് സ്റ്റേഡിയത്തിൽ കാനഡ പുറത്തെടുത്തത്. ജൊനാഥൻ ഡേവിഡിന്റെ ഹാട്രിക് കരുത്തിലാണ് കുതിപ്പ്. ഈ ലോകകപ്പിൽ ലയൺ മെസ്സിക്ക് പിന്നാലെ ഹാട്രിക് നേടുന്ന താരമായി ഡേവിഡ് മികച്ച വിജയത്തിനിടയിലും മധ്യനിര താരം ഇസ്മായിൽ കോനെ പരിക്കേറ്റ് പുറത്തായത് കാനഡയ്ക്ക് തിരിച്ചടിയായി. പരുക്കൻ കളി പുറത്തെടുത്ത ഖത്തറിന്റെ 2 താരങ്ങൾ ചുവപ്പ് കാർഡ് കിട്ടിയതോടെ 9 പേരുമായാണ് ഏഷ്യക്കാർ കളി അവസാനിപ്പിച്ചത്. 16-ാം മിനിറ്റിൽ കൈൽ ലാറനിലൂടെ കാനഡ ആദ്യ വെടിപൊട്ടിച്ചത്. പിന്നാലെ ജൊനാഥൻ ഡേവിഡ് 2 തവണ നിറയൊഴിച്ചതോടെ 3 ഗോളിന്റെ മുൻതൂക്കമായി ആദ്യ പകുതി അവസാനിച്ചു. കൊനയ്ക്ക് പകരമിറങ്ങിയ നഥാൻ സാലിബാഫിക്കയുടെ 4ാം ഗോൾ നേടി. പിന്നാലെ ഖത്തർ പ്രതിരോധ താരം മുഹമ്മദ് മനാനയുടെ പിഴവ് ഗോൾ കാനഡയുടെ ലീഡ് 5 ഉയർത്തി. പരിക്ക് സമയത്ത് നിറയൊഴിച്ച ഡേവിഡ് ഹാട്രിക്കും വമ്പൻ ജയം ഉറപ്പിച്ചു.